മക്കളെ ഹായ്, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ആ യൂണിറ്റിന്റെ പേരാണ് വിങ്സ് ആൻഡ് വീൽസ്. കേട്ടോ, വിങ്സ് ആൻഡ് വീൽസ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? നമുക്ക് 4 ചാപ്റ്റർ, നമ്മൾ എല്ലാ യൂണിറ്റിലുള്ള പോലെ തന്നെ 4 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ A Shipwrecked Sailor by Gabriel Garcia Marquez, The Little Round Red House, Carolyn Sherwin Bailey, പിന്നെ 2 poems, From a Railway Carriage and Marvelous Travel. കേട്ടോ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ത്രില്ലിംഗ് സ്റ്റോറിയാണ്, അല്ലെ? ഒരു ത്രില്ലിംഗ് സ്റ്റോറി. ആ സ്റ്റോറിയുടെ പേരെന്താണ്? ഷിപ്പ്രെക്ഡ് സെയിലർ. കപ്പൽ തകർച്ചയിൽപ്പെട്ട ഒരു നാവികൻ. കേട്ടോ, ഇങ്ങനെ അദ്ദേഹത്തിന്റെ കപ്പൽ തകർന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം വെള്ളത്തിൽ ഇങ്ങനെ പൊന്തിക്കിടന്ന് നീന്തി രക്ഷപ്പെടുകയാണ്, അല്ലെ? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും ഇതിനകത്ത് പെടുന്നുണ്ട്, അല്ലെ? ആ കഥയാണ് ഈ പറയുന്ന കപ്പൽ തകർന്ന നാവികൻ എന്ന് പറയുന്നത്, A Shipwrecked Sailor. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോവാം. The story of A Shipwrecked Sailor by Gabriel Garcia Marquez is a non-fiction account of Luis Alejandro Velasco, a sailor who survives being lost at sea for 10 days. ഇത് യഥാർത്ഥ കഥയാണ്, അല്ലെ? ഒരു നോൺ ഫിക്ഷൻ ആണ്, ഫിക്ഷൻ അല്ല. അപ്പൊ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നാവികൻ, അദ്ദേഹം തന്റെ കപ്പലിൽ സഞ്ചരിക്കവേ കപ്പൽ തകർന്ന് കടലിൽ വീഴുന്നു. അദ്ദേഹം 10 ദിവസത്തോളം കടലിൽ കഴിച്ചു കൂട്ടുന്നു, രക്ഷപ്പെട്ട് ജീവിക്കുന്നു. കേട്ടോ, 10 ദിവസത്തോളം ഒരു ലൈഫ് റാഫ്റ്റിൽ കിടന്ന് ജീവിക്കുകയാണ് അദ്ദേഹം. ആ കഥയാണത്. After his ship's overturns, Velasco is left alone on a life raft without food or water. He battles hunger, thirst, and isolation, drifting in the Caribbean Sea. Eventually, he washes ashore in Colombia, where he becomes a national hero. The story highlights human endurance, the struggle for survival, and the randomness of fate. എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരാൾ ഒരു കടലിൽ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഒറ്റപ്പെടൽ, ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യമല്ല. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം 10 ദിവസത്തിന് ശേഷം അദ്ദേഹം തീരമണിയുന്നുണ്ട്. അത് കൊളംബിയയിൽ അദ്ദേഹം തിരിച്ചെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു വലിയൊരു നാഷണൽ ഹീറോ ആയിട്ടാണ് അവിടെ മാറുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു കഥ, അദ്ദേഹത്തിന്റെ ആ ത്രില്ലിംഗ് ലൈഫാണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ ഒരു സ്റ്റോറിയിലൂടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിന്റെ ആ വലിയ സ്റ്റോറിയുടെ കുറച്ച് ഭാഗമാണുള്ളത്. ഏതാണ്? കടലിൽ അദ്ദേഹം കപ്പൽ തകർന്ന് വീഴുന്നതും അവിടെ നിന്ന് ലൈഫ് റാഫ്റ്റിലേക്ക് കയറി രക്ഷപ്പെടുന്നത് വരെയുള്ള ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കഥ പിന്നീട് കുറെ കൂടി തുടർന്ന് പോകുന്നുണ്ട്. അദ്ദേഹം നാഷണൽ ഹീറോ ആയിട്ടൊക്കെ മാറുന്ന ഭാഗമൊക്കെ വരുന്നുണ്ട്. കേട്ടോ, നമുക്ക് ഏതായാലും കുറച്ച് ഭാഗം പഠിച്ചാൽ മതി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതിൽ നിന്നും വളരെ നല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് ചോദ്യങ്ങൾ നോക്ക്. 2023 2 ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, പാരഗ്രാഫും ഇന്റർവ്യൂ ക്വസ്റ്റ്യനും. അതായത് നിങ്ങൾ വെലാസ്കോ എന്ന് പറയുന്ന നാവികനെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തോട് 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. അത് ഏതൊക്കെ ചോദിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയ ഒരു പാരഗ്രാഫ്, അതിനകത്ത് ഏതെങ്കിലും ഒരു സംഭവത്തെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാൻ പറയും കേട്ടോ. 2022 ചോദിച്ചിട്ടുള്ള ഒരു ലെറ്റർ ആണ്. അതേപോലെ 2019 ലെറ്റർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2019 വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, തോട്ട്സ് ഓഫ് വെലാസ്കോ, അത് ചോദിച്ചിട്ടുണ്ട്. ഇനി 2018 പോയി കഴിഞ്ഞാൽ ഒരു ഡയറി ചോദിച്ചിട്ടുണ്ട്, സ്പീച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവ കൂടുതലാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. ശരി, നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. ഇത് കൂടാതെ ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പ്രൊഫൈൽ എഴുതുക. ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ പ്രൊഫൈൽ എഴുതാൻ പറയും. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഴുതാനായിട്ട് കുറച്ച് ഹിൻസ് ഒക്കെ തരും. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹം പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. അപ്പൊ അതിനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മക്കളെ നോക്കടാ, ഒരു പ്രൊഫൈലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആരുടെ പ്രൊഫൈലാണ് എഴുതുന്നത്? അദ്ദേഹത്തിന്റെ പേര് സെൻട്രലായിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക, അതാണ് ഹെഡിങ്. ഇനി അടുത്തത്, വീണ്ടും അദ്ദേഹത്തിന്റെ പേര് എഴുതുക, വാസ് ബോൺ ഓൺ എന്ന് എഴുതിയിട്ട് അദ്ദേഹം ജനിച്ച ഡേറ്റ് എഴുതുക, ബർത്ത് ഡേറ്റ്. അതിനുശേഷം ജനിച്ച സ്ഥലം എഴുതുക. ഇതിനെല്ലാം മുമ്പ് ഞാൻ ചേർത്തിരിക്കുന്ന പ്രിപ്പോസിഷൻസ് ശ്രദ്ധിക്കുക. സ്ഥലത്തിന് മുന്നിൽ ഇൻ എന്നും, ഡേറ്റ്, ബർത്ത് ഡേറ്റിന് മുന്നിൽ ഓൺ എന്നും. ഇനി ബർത്ത് ഡേറ്റ് ഇല്ല, ബർത്ത് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഓൺ അല്ല, പകരം ഇൻ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇയർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻ, ഇയറിനോടൊപ്പം ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓൺ. ഈ കാര്യം ശ്രദ്ധിച്ചോളണം. ഇനി രണ്ടാമത്, ഹി വാസ് ആൻ ഇന്ത്യൻ, കൊളംബിയൻ, അമേരിക്കൻ, അദ്ദേഹം ഏത് നാട്ടുകാരനാണ് എന്നുള്ള കാര്യം എഴുതാം. നെക്സ്റ്റ്, ഹി ഫിനിഷ്ഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിറങ്ങിയത്, അത് എഴുതുക കേട്ടോ. അപ്പൊ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ
എഡ്യൂക്കേഷനെ പറ്റി എഴുതിയിരിക്കുന്നത് അൽമ മാറ്റർ എന്നായിരിക്കും. അൽമ മാറ്റർ എന്ന് പറഞ്ഞ് ഹിൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം പഠിച്ച സ്കൂൾ, കോളേജ് മുതലായവയാണ് കേട്ടോ. അപ്പൊ അത് എഴുതുക. ഇനി അതിന് മുമ്പ് വേറെ കാര്യം വിട്ടുപോയതാണ്. ഹി വാസ് നോൺ ആസ് ഇന്ത്യൻ. അത് പറഞ്ഞാണല്ലോ നമ്മള്. നാഷണാലിറ്റി പറഞ്ഞു, അതിനുശേഷം ഹി വാസ് നോൺ ആസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്താണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. അപ്പൊ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗ്യാബോ എന്നാണ്. ഗ്യാബോ എന്ന വിളിപ്പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് എഴുതുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്പൗസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വരിയിൽ എന്താണ്, ഹി വാസ് മാരീഡ് ടു, ആ സ്പൗസിന്റെ നെയിം എഴുതുക. ശേഷം ഹിസ് നോട്ടബിൾ വർക്ക്സ്, അതെന്തായാലും ഉണ്ടാവുമല്ലോ, ആ ഹിൻസിൽ ഒരുപാട് ഉണ്ടാവും നോട്ടബിൾ വർക്ക്സ്. അപ്പൊ അത് എഴുതുക. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് ആ വർക്ക്സ് എഴുതുക. ശേഷം ഹി റിസീവ്ഡ് അവാർഡ്സ് ലൈക്ക്, അതായത് അദ്ദേഹത്തിന് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹി റിസീവ്ഡ് അവാർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞ് ഓരോ അവാർഡ് എഴുതുക. ഇനി ഒരു അവാർഡ് മാത്രം കിട്ടിയുള്ളെങ്കിൽ ഹി റിസീവ്ഡ് എന്താണ് അക്കാഡമി അവാർഡ്, അല്ലെങ്കിൽ ഹി റിസീവ്ഡ് നൊബൽ പ്രൈസ് ഇൻ ആ ഇയർ. ഏത് ഇയറിലാണെന്ന് വെച്ചാൽ ആ ഇയർ എഴുതുക. ഇത്രേ ഉള്ളൂ. പിന്നെ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക. എന്ത് ചെയ്യണം? ഹി പാസ്ഡ് അവേ ഓൺ ഡേറ്റ്. ഏത് ഡേറ്റിനാണോ അദ്ദേഹം മരിച്ചു പോയെന്നുള്ളത് അത് എഴുതുക കേട്ടോ. അപ്പൊ ഹി വാസ് പാസ്ഡ് അവേ എന്ന് എഴുതരുത്, ഹി പാസ്ഡ് അവേ, അല്ലെങ്കിൽ ഹി ഡൈഡ്, അല്ലെങ്കിൽ ഹി ലെഫ്റ്റ് അവർ വേൾഡ്. കണ്ടോ? അങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ ഇതാണ് നല്ലൊരു പ്രൊഫൈൽ. ഉദാഹരണമായിട്ട് നമ്മുടെ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ ഒരു പ്രൊഫൈൽ ഉണ്ട്. ആ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് നോക്കുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെന്ന് നോക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് വന്നൊരു ചോദ്യം നമ്മൾ മുന്നേ പറഞ്ഞത് എന്താണ്? ഒരു ലെറ്റർ വന്നു എന്ന് പറഞ്ഞു അല്ലേ. ലെറ്റർ വന്നാൽ എങ്ങനെയും നല്ല രീതിയിൽ ലെറ്റർ എഴുതണം എന്നുള്ള കാര്യം നോക്കണ്ടേ. മക്കൾ ഒരു കാര്യം ഉണ്ട് കേട്ടാ, നമ്മള് ചില ചോദ്യം കാണുമ്പോൾ ഓഫ് ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഈ ചാപ്റ്ററേ പഠിച്ചിട്ടില്ല, പിന്നെ ലെറ്റർ ഞാൻ എന്ത് എഴുതാനാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെറ്റർ എഴുതാതിരിക്കരുത് കേട്ടാ. എഴുതി വെച്ചോളണം, അറ്റൻഡ് ചെയ്തോളണം. അറ്റൻഡ് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ആ കഥയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ, അത് ഈ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് എഴുതുക. ബാക്കി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോർമാറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോഡിയും കൂടി കുറച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പകുതിയല്ല അതിൽ കൂടുതൽ കിട്ടും ചിലപ്പോൾ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞ് ലെറ്റർ വിട്ടുകളയരുത്. ദേ നോക്കിയേ, ഈ ഫോർമാറ്റ് പഠിച്ചോ. ആദ്യം അഡ്രസ് എഴുതുക കേട്ടോ, പിന്നെ ഡേറ്റ് എഴുതുക, അതിനുശേഷം സല്യൂട്ടേഷൻ കൊടുക്കുക കേട്ടോ. സല്യൂട്ടേഷൻ എന്താണ്? ഡിയർ. അതിനുശേഷം ഏതൊരു ഇൻഫോർമൽ ലെറ്റർ, ഒരു സുഹൃത്തിന് അയക്കുന്ന ലെറ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. എങ്ങനെ? ഹൗ ആർ യു, ഐ എം ഫൈൻ ഹിയർ ആൻഡ് ഹോപ്പ് യു വിൽ ബി ഫൈൻ ദർ വിത്ത് യുവർ ഫാമിലി. ഒരു ഹൗ ആർ യു പറഞ്ഞുകൂടെടാ, അത് പറഞ്ഞു തുടങ്ങിക്കൂടെ? അതുപോലെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതുക. ശേഷം ഇവിടെ ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ. കണ്ടോ? അതൊരു ലീവ് ടേക്കിംഗ് സെന്റൻസ് ആണ്. ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ. ശേഷം കൺവേ മൈ റിഗാർഡ്സ്, അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ്, അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി, വിത്ത് ലവ് എന്നൊക്കെ എഴുതി വെക്കുന്ന അടുത്ത ക്ലോസിംഗ് ഫ്രേസ് ഉണ്ടോ, അത് എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെഴുതുക. പിന്നെ കഴിഞ്ഞു, കിട്ടിയില്ലേ? അപ്പൊ ഇത്രയും നല്ലൊരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് ആ കഥയെ പറ്റി എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ പകുതി കൂടുതൽ മാർക്ക് മക്കൾക്ക് കിട്ടുമെങ്കിൽ എഴുതാതിരിക്കുന്നത് എന്തിനാണ്? എഴുതിക്കോളണം കേട്ടോ. അറിയില്ലെങ്കിലും എല്ലാം അറ്റൻഡ് ചെയ്തോളണം കേട്ടോ. അപ്പൊ ഇതാണ് ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ്. ഇനി ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യമാണ് നമ്മുടെ വെലാസ്കോ അതാ കടലിൽ, ആ കപ്പലിൽ, അല്ലെങ്കിൽ അവന്റെ ലൈഫ് റാഫ്റ്റിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന അവന്റെ തോട്ട്സ്. സ്റ്റഡി മെറ്റീരിയൽ വായിക്കാം, അതിനകത്തുണ്ട് കേട്ടോ, കൃത്യമായിട്ട് കേട്ടോ. തോട്ട്സ് ഓഫ് വെലാസ്കോ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് മറ്റൊന്ന് ഡയറി ഓഫ് വെലാസ്കോ. വെലാസ്കോ തന്റെ ഡയറിയിൽ എന്തായിരിക്കും എഴുതിയിരിക്കുക? കഥ നടന്നതിന് ശേഷം, ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം അവൻ തന്റെ ഡയറിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും? അതൊന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ ഡയറി ഓഫ് വെലാസ്കോ പഠിക്കാം. സ്പീച്ച് ബൈ വെലാസ്കോ. വെലാസ്കോ നടത്തുന്ന ഒരു സ്പീച്ച്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ 2 സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെലാസ്കോ ഒരു ഫംഗ്ഷനിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു സ്പീച്ചും, വെലാസ്കോക്ക് വേണ്ടി വെലാസ്കോയെ പ്രൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഒരു സ്പീച്ചും. 2 സ്പീച്ച് ഉണ്ട് പഠിക്കാൻ. 2ഉം ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. അപ്പൊ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് A ലെവൽ ക്വസ്റ്റൻ ആയിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്താം? സ്പീച്ച്, ലെറ്റർ ആൻഡ് തോട്ട്സ് ഓഫ് വെലാസ്കോ. B ലെവൽ ക്വസ്റ്റൻ ആയിട്ട് പറയുന്നു ഡയറി, ഒരു ന്യൂസ് റിപ്പോർട്ടും കേട്ടോ. വെലാസ്കോ രക്ഷപ്പെട്ടു വന്നു എന്നുള്ളതും, അല്ലെങ്കിൽ അവന് ഒരു സ്വീകരണം കൊടുത്തു എന്നുള്ളത്, ഒരു വാം റിസപ്ഷൻ കൊടുത്തു എന്നുള്ളതെന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ചിലപ്പോൾ വരാം. അത് ഇനി C ലെവൽ പറയുകയാണെങ്കിൽ ഒരു കോൺവെർസേഷൻ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു നരേഷൻ ചിലപ്പോൾ ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചെന്ന് വരാം. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ബൈ.